ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ. നമുക്ക് ചുറ്റും നിരവധി തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ കാണാറുണ്ട്. മിക്സ്ചേഴ്സ് ആയിട്ടും പ്യൂർ സബ്സ്റ്റൻസ് ആയിട്ടും അങ്ങനെയൊക്കെ. ഓരോ വസ്തുക്കളും തീരെ ചെറിയ പാർട്ടിക്കിൾസ് കൂടി ചേർന്നതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നമുക്ക് നോക്കാം. ഒരു ചൈന ഡിഷ് എടുത്ത് അതിലേക്ക് 1-2 പീസ് ക്യാംഫർ അഥവാ കർപ്പൂരം ഇടുക. എന്നിട്ട് ചൈന ഡിഷ് ചൂടാക്കുക. ഇപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതിൻ്റെ നല്ല സ്മെൽ നമുക്ക് കിട്ടാൻ തുടങ്ങും. കർപ്പൂരം ഫുള്ളായി ഡിസപ്പിയർ ആയാലും നമുക്ക് സ്മെൽ കിട്ടും. ഇതെന്തുകൊണ്ടാകും? ഇതിന് കാരണം ചൂടാക്കിയപ്പോൾ കർപ്പൂരം ചെറിയ പാർട്ടിക്കിൾസായി എയറിൽ മുഴുവൻ സ്പ്രെഡായിരിക്കുന്നു. അതാണ് ഇതിന് കാരണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എല്ലാ വസ്തുക്കളും ഷുഗർ ക്യാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, വാട്ടർ, കർപ്പൂരം അങ്ങനെ എല്ലാ വസ്തുക്കളും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഫൈൻഡ് ക്യാൻ പ്യൂർ സബ്സ്റ്റൻസ് ബി ഫർദർ ഡീകമ്പോസ്ഡ്? അതായത് പ്യൂർ സബ്സ്റ്റൻസുകളെ നമുക്ക് കൂടുതൽ ഡീകമ്പോസ് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നോക്കാം. ഇതൊരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്ത് അതിൻ്റെ 1/4 ഭാഗം ഷുഗർ വെച്ച് ഫിൽ ചെയ്യുക. എന്നിട്ട് ഒരു പഞ്ഞി വെച്ച് അതടയ്ക്കുക. അതിനുശേഷം ബോയിലിംഗ് ട്യൂബ് നന്നായി ചൂടാക്കുക. എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്? കറുത്ത കളറിലുള്ള ഒരു പാർട്ടിക്കിൾ, അത് കാർബണാണ്. അതുപോലെ വാട്ടറിൻ്റെ പ്രസൻസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കാർബൺ ആൻഡ് വാട്ടർ ആർ കമ്പോണൻസ് ഓഫ് ഷുഗർ. എന്നാൽ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന കാർബണെ നമുക്കിനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എല്ലാ പ്യൂർ സബ്സ്റ്റൻസുകളെയും നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴി കമ്പോണൻസ് ആയി ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. കെമിക്കൽ പ്രോസസ് വഴി കൂടുതലായി ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത പ്യൂർ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹൈഡ്രജൻ. 2 അതിലധികമോ എലമെൻറ്റ്സുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്യൂർ സബ്സ്റ്റൻസുകളെയാണ് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ വാട്ടർ, ഷുഗർ. കോമ്പൗണ്ടുകളെ അനുയോജ്യമായ കെമിക്കൽ പ്രോസസ്സുകൾ വഴി അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻറ്റ്സുകളിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഒറിജിൻ ഓഫ് നെയിംസ് ഓഫ് എലമെൻറ്റ്സ് ആൻഡ് സിംബൽസ്. എങ്ങനെയാണ് എലമെൻറ്റുകൾക്ക് പേര് വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് എലമെൻറ്റുകൾക്ക് പേര് നൽകിയിരുന്നത് പ്ലേസ്, കോൺസ്റ്റിറ്റ്യുവൻസ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, സയൻറ്റിസ്റ്റ് അങ്ങനെ അവ വെച്ചിട്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ പിക്ചറുകളായിരുന്നു എലമെൻറ്റുകളുടെ സിംബലായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മോഡേൺ മെത്തേഡ് വഴി സിംബലുകൾ അസൈൻ ചെയ്യുവാൻ തുടങ്ങിയത് സ്വീഡിഷ് സയൻറ്റിസ്റ്റായ ബെർസേലിയസ് ആണ്. പലതരത്തിലാണ് എലമെൻറ്റുകൾക്ക് സിംബലുകൾ നൽകിയിരിക്കുന്നത്. ചിലതിന് ഇംഗ്ലീഷിൽ എലമെൻറ്റുകൾ എഴുതുമ്പോൾ അവയുടെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ്. എന്നാൽ മറ്റു ചിലതിന് ആദ്യത്തെ ലെറ്ററിനോടൊപ്പം രണ്ടാമത്തേതോ പ്രധാനമായ മറ്റൊരു ലെറ്റർ കൂടിയോ ചേർത്തെഴുതാറുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളുകളാണ് ടേബിളിൽ കാണുന്നത്. എന്നാൽ ചില എലമെൻറ്റുകൾക്കാകട്ടെ അവയുടെ ലാറ്റിൻ നെയിമിൽ നിന്നുമുള്ള ലെറ്ററുകളും ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്.